മണ്ഡലത്തിൽ പിന്തുണയില്ല എന്ന വാർത്തകൾ പ്രചരിപ്പിച്ചത് നേതാക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനെന്ന് കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഒപ്പമുണ്ട്. കാസർഗോഡ് നിന്നും മുസ്ലിം ലീഗ് MLA-മാർ മാത്രം നിയമസഭയിലെത്തിയത് ഇത്തവണ മാറുമെന്നും ML അശ്വിനി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിലാണ് പ്രതികരണം. നമസ്കാരം. കാസർഗോഡ് മണ്ഡലത്തിലൂടെയാണ് ഇലക്ഷൻ ബസ് സഞ്ചരിക്കുന്നത്. ML അശ്വിനി, BJP-യുടെ ഫയർ ബ്രാൻഡ് നേതാവ്, ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ തവണ അശ്വിനെ കാണുമ്പോൾ അശ്വിനി ഒരു പുതുമുഖമായിട്ടാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ആയപ്പോഴേക്കും ജില്ലാ അധ്യക്ഷയായിട്ട് പവർഫുള്ളായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എങ്ങനെയുണ്ട് മത്സരം? അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. MP ഇലക്ഷൻസിൽ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ന്യൂ ഫേസ് ആയിട്ടുണ്ടായിരുന്നു. എവിടെ പോയെങ്കിൽ ഞാൻ അശ്വിൻ ML ആണെന്ന് പറയുന്നതുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല. ഞാൻ അശ്വിൻ ML എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ, ജനങ്ങൾ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡെയിലി പേപ്പറിൽ കാണുന്നുണ്ട്, ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ന്യൂസിൽ കണ്ടിട്ട് മാത്രമാണ് നമുക്ക് മുഖ പരിചയമുണ്ടായിരുന്നത്. ഇന്ന് നേരിട്ട് കണ്ടതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഹാപ്പി ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജനങ്ങളെ ഇടയിൽ അശ്വിനി ML റീച്ചായി കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. കാസർഗോഡ് സാധ്യത എങ്ങനെയാണ്? കാസർഗോഡ് BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് പതിവായി. ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്നു. കലക്ടർ മാഹിനും അതുപോലെ തന്നെ ഷാനവാസ് പാദൂരും എതിരാളികളായിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഒരു ടേൺ മാറുകയാണോ? എന്ത് തോന്നുന്നു ഈ മത്സരത്തിൻ്റെ ഒരു ഗതിയെക്കുറിച്ച്? മാറാത്തത് ഇനി മാറും തീർച്ചയായിട്ടും. ബിക്കോസ് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു മാറണം, അങ്ങ് മാറ്റങ്ങൾ വേണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം BJP-യുടെ MLA കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ എനിക്ക് വിശ്വാസം വേണ്ട.